ഹലോ കൂട്ടുകാരെ, ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സോയാബീൻ്റെ കറിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് സോയാബീൻ എടുത്ത് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് കഴുകി എടുത്തിട്ട് അതിൻ്റെ പൊടി എങ്ങനെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതൊന്ന് കഴുകിയെടുത്തു. ഇനി അതിലേക്ക് നമുക്ക് അത് നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ വെള്ളം എടുത്ത് നന്നായി തിളപ്പിച്ച് ആ തിളച്ച വെള്ളം നമുക്ക് ആ സോയാബീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ സോയാബീൻ മുങ്ങത്തക്ക വിധത്തിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്, തിളച്ച വെള്ളം. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റ് അതൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ആ 5 മിനിറ്റ് സോക്ക് ചെയ്യുന്ന ആ വെള്ളത്തിൽ നമ്മൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഉപ്പിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ ആ തിളച്ച വെള്ളത്തിൽ കിടന്നിട്ട് സോക്കായിട്ടുള്ള സോയാബീൻ നമുക്ക് 5 മിനിറ്റിന് ശേഷം കൈ വെച്ച് നന്നായി ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സോയാബീൻ്റെ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളയുന്നുണ്ട്. അപ്പോൾ കുഞ്ഞു സോയാബീൻ ആണെങ്കിൽ നമുക്കത് പിന്നീട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ കുറച്ച് വലിപ്പമുള്ള സോയാബീൻ ആയതുകൊണ്ട് ഞാനിതൊന്ന് 2ആക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് അതുപോലെ അങ്ങനെ തന്നെ കിടക്കുന്നതാണ്, അങ്ങനെ മതി എന്നുണ്ടെങ്കിൽ അതുപോലെ ആക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോരുത്തരുടെ എരിവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പച്ചമുളക് നടുക്കി കീറിയിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 5-6 പച്ചമുളക് നടുക്കി കീറി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, അതുപോലെ ചുവന്നുള്ളി ഒരു 5-6 എണ്ണം, പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി, ഇത്രയും ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് സവാളയാണ്. സവാള ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാളയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് ഒരു ഗോൾഡൻ കളർ ആവുന്ന വിധത്തിൽ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. വറുക്കണ്ട, വഴറ്റിയെടുത്താൽ മതി. അങ്ങനെ സവാളയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു ചെറിയൊരു തക്കാളി ചെറിയ പീസുകളായി കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളിയും നന്നായിട്ടൊന്ന് വഴന്ന് വരണം കേട്ടോ. അപ്പോൾ ബാക്കിയെല്ലാം നന്നായിട്ട് വഴന്നു. ഇനി തക്കാളി കൂടി നന്നായിട്ട് നല്ല സോഫ്റ്റായി വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാം നന്നായിട്ട് വഴന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം വഴന്ന് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അത് മറ്റൊരു പാത്രത്തിലേക്കാക്കി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം, അതിന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അത് നമ്മളൊരു ചൂടാറാനായിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ സെയിം പാനിലോട്ട് തന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി എടുക്കുക. അങ്ങനെ വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി, പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ 1/4 ടീസ്പൂണോളം ഗരം മസാല പൊടി, ഇത്രയും പൊടികൾ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ എടുക്കുന്ന സോയാബീൻ്റെ അളവിനനുസരിച്ചിട്ട് ഈ പൊടികളുടെയൊക്കെ അളവ് കുറച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ സോക്ക് ചെയ്തിട്ട് വെള്ളം പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന സോയാബീൻ ഉണ്ടല്ലോ അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അത് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ സോയാബീനിലേക്ക് ആ ഒരു മസാലകളൊക്കെ നന്നായി പിടിച്ച് നല്ലതുപോലെ ഒന്ന് സെറ്റായിട്ട് ഒന്ന് ചെറുതായി ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ തീ ഓഫ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആദ്യം തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി വെളുത്തുള്ളി സവാള അതൊക്കെ ഉണ്ടല്ലോ അത് മിക്സിയിലിട്ടിട്ട് നന്നായി അരച്ച് നല്ല കുഴമ്പ് പരുവത്തിന് നല്ല പേസ്റ്റ് ആക്കി എടുക്കണം. ആ പേസ്റ്റ് നമ്മൾ ഈ സോയാബീനിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഇങ്ങനെ ക്രീം പരുവത്തിലാണ് നമ്മളത് അരച്ചെടുക്കേണ്ടത് കേട്ടോ. അങ്ങനെ ആ അരച്ചെടുത്ത് മുഴുവൻ ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് നമ്മൾ അരച്ചിട്ടുള്ള ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായി ഒന്ന് കലക്കി ആ വെള്ളം കൂടി നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് നമ്മൾ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞപ്പോൾ സോയാബീനിൽ ഉപ്പ് കുറച്ച് കുറവായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഈ ഒരു മസാലയുടെ പേസ്റ്റും അതുപോലെ സോയാബീനും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ നന്നായി ഇളക്കി സെറ്റായതിനു ശേഷം തീ ഓൺ ചെയ്ത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റിയാണ്. നല്ല ഒരു ക്രീമി ആയിട്ടുള്ള ഒരു മസാലയും ആ ഒരു സോയാബീനൊക്കെ ആ ക്രീമി മസാല അതിൽ കോട്ടായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം. ഞാനിപ്പോൾ കുറച്ച് ചെറിയൊരു ചാറോട് കൂടിയിട്ടാണ് ഈ ഒരു സോയാബീൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് അതിലേക്ക് കുറച്ച് നല്ല കട്ടിയുള്ള നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ആ നാളികേരപ്പാലിലെ നമ്മുടെ സോയാബീൻ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ. ഒത്തിരി വറ്റിച്ചെടുക്കരുത്, ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കണ പരുവത്തിൽ നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ നമുക്ക് നന്നായി ചാറോട് കൂടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ 2ാം പാൽ ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷം 1ാം പാൽ ഒഴിച്ച് കൊടുക്കാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്